ഷമാ മുഹമ്മദിനെ തള്ളി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകളെ പരിഗണിച്ചില്ല എന്ന വിമർശനത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നും ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല എന്നും സുധാകരൻ പറഞ്ഞു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെന്നും ഷമാ മുഹമ്മദ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിശദീകരണം. പിന്നെ സിറ്റിംഗ് എംപിമാരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ അത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തെറ്റൊന്നുമില്ല, പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണമായിരുന്നു, കൊടുക്കാൻ പറ്റിയില്ല. പ്രായോഗികമായി സോഷ്യൽ ബാലൻസും എല്ലാം നോക്കി വന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് അത് സാധിച്ചില്ല. അതിലൊരു കുറ്റബോധം ഞങ്ങൾക്കുണ്ട്. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ കല്യാട്, ഒന്ന് ഷമാ മുഹമ്മദിന്റെ വിമർശനം വേണ്ടത്ര സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകിയില്ല എന്ന്, പാർട്ടിയിൽ അവരാരുമല്ല എന്ന KPCC പ്രസിഡന്റിന്റെ വിശദീകരണം, എന്നാൽ കുറച്ചുകൂടി സമവായത്തോട് അടുത്ത പ്രതികരണവുമായി വി ഡി സതീശൻ. എങ്ങനെയാണ് ഈ വിഷയം പുരോഗമിക്കുന്നത്? നികേഷ്, അതായത് ഇന്നലെയായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ വക്താവ് കൂടിയായിട്ടുള്ള ഷമാ മുഹമ്മദ് സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലഭിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ വനിതാ മത്സരാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ അത് ഒന്നായി ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ള വിമർശനം നടത്തിയത്. അതിന് പിന്നാലെ ഇന്ന് KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കണ്ണൂരിലെ സ്ഥാനാർത്ഥി കെ സുധാകരനോട് ഈ വിഷയത്തിലുള്ള വിശദീകരണം ചോദിച്ച ഘട്ടത്തിലാണ് ഷമാ മുഹമ്മദിന്റെ പ്രതികരണം. അത് അവരോട് തന്നെ അതിനകത്തുള്ള വിശദീകരണം ചോദിച്ചാൽ മതി, ഷമാ മുഹമ്മദ് ആരുമല്ല എന്നുള്ള ഒരു പ്രതികരണം നടത്തിയത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിലൊരു സമവായത്തിന്റെ രീതി കൂടി ഉള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ ഏകീകരണം KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ ഇല്ല എന്നുള്ളതും ഒരു സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനത്തിന് അടിസ്ഥാനമുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ പല തരത്തിലാണെങ്കിൽ പല തട്ടിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കുറച്ചുകൂടി ആരുമല്ല എന്ന് പറഞ്ഞാൽ കൂടി കൃത്യമായ രീതിയിൽ ദേശീയ വക്താവാണ്, അവരുടെ ദേശീയമായിട്ടുള്ള പരിപാടികളിലെല്ലാം തന്നെ നിറസാന്നിധ്യമായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആദ്യഘട്ടം മുതൽ തന്നെ ഷമാ മുഹമ്മദ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ സീറ്റിൽ ഒരു കണ്ണു വെച്ചിരുന്നു. അപ്പോൾ കണ്ണൂർ സീറ്റ് കിട്ടാത്തതിലുള്ള ഒരു അതൃപ്തി, അതുപോലെ തന്നെ കണ്ണൂരിൽ കെ സുധാകരൻ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച ഘട്ടത്തിൽ മറ്റൊരു സീറ്റിന് വേണ്ടി ഷമാ മുഹമ്മദ് വി ഡി സതീശനെ നേരിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ സീറ്റ് ലഭിക്കാത്തതിലുള്ള ഒരു അതൃപ്തി പ്രകടമാക്കി. അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കണം ഒരുപക്ഷെ വി ഡി സതീശൻ ഒരു സമവായത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും കണ്ണൂർ സീറ്റ് കണ്ണുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ണൂരിൽ വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഷമാ മുഹമ്മദ് ഇത്തരത്തിലുള്ള അതൃപ്തി പരസ്യമാക്കിയതിലുള്ള ഒരു അതൃപ്തി തന്നെയാണ് കെ സുധാകരൻ ഷമാ മുഹമ്മദിന് നേരെയും പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിൽ ഈ വനിതാ പ്രാതിനിധ്യ വിഷയം കൂടുതൽ ചർച്ചയാവുകയാണ്. ശരി, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്.